എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മൾ കുഴിപ്പള്ളത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ മിക്കവരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇൻഡോർ പ്ലാന്റ്സ് ഇല്ലേ എന്നുള്ളത്. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി മാത്രം ഒരു സെക്ഷനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി ഒരു പർദീസ് തന്നെയുണ്ട്. അത്രത്തോളം വെറൈറ്റീസ് പ്ലാന്റ്സുകളാണ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഏരിയയിലോട്ടേ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് നോക്കാനായിട്ട്. അപ്പോൾ മാക്സിമം ഞാൻ ആ ചെടികളെയും കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം പ്രൈസ് റേഞ്ച് ഞാനതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ കാണുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പലതരം വെറൈറ്റീസ്, ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാന്റ്സ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും പ്ലാന്റ്സിനെ ഒതുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഏകദേശം കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ബാക്കി നമുക്ക് പാർട്ട് 2-ൽ കാണാം. കാരണം ഇപ്പോൾ കണ്ടോ, മുകളിലോട്ട് അത്യാവശ്യം നല്ല ലെയറായിട്ട് മുകളിലോട്ട് ഒരുപാടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഫിലാഡൻഡ്രോൺ മൂൺലൈറ്റോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.